അയ്യോ, തല എവിടേക്കോ പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണത് ആ സമയത്ത് തന്നെ വരികയും ചെയ്തു. ചേച്ചി എങ്ങോട്ട് പോണത്? പോവാൻ വേണ്ടി ഒരുങ്ങാണല്ലേ? ദൈവമേ, ചുമരുമ്മ ചാരി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പൊ തലേന്ന് തള്ളു കേട്ട് ഞാൻ മറിഞ്ഞു വരും, അല്ലെങ്കിലേ ഞാൻ തടില്ല. ആ ഞാനേ പുറത്തൊന്ന് പോണം, ഷോപ്പിംഗ് ഉണ്ടേന്ന്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ. കുറെ സാധനങ്ങളൊക്കെ തീർന്നു. ഈ വെറുതെ വന്നതല്ലേ, ഇരിക്കെ. പിന്നെ സാരിയോ? സാരിക്ക് 5000-ന് മുകളിലുണ്ടടി. ഞാൻ നല്ല വില കൂടിയത് എപ്പോഴും എടുക്കുള്ളൂ. ഞാൻ 10,000-ന്റെയും 15,000-ന്റെയൊക്കെയാണ് അധികം വാങ്ങിക്കല്. ഇതിനേതായാലും 5000-ന്റെ മുകളിലുണ്ട്. ആണോ ഇന്ത്യച്ചി? ഈ സാരിക്കോ അത്രയും വില ഉണ്ടോ? അമ്മേ, വനജ നിനക്കറിഞ്ഞൂടെ ഞാൻ എപ്പോഴും നല്ല വില കൂടിയ സാധനങ്ങളെ വാങ്ങുള്ളൂ എന്നുള്ളത്. മാലയ്ക്കൊക്കെ എത്രയോ വില എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും 2000-ന് മുകളിലേക്ക് ആയിട്ടുണ്ട് ഇത്. അതെ, ഞങ്ങള് പുറത്തു പോയ സമയത്ത് വാങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോ കുറച്ച് സാധനങ്ങൾ വേറെ വാങ്ങാനുണ്ട് കേട്ടോ. ഇന്ന് പുറത്തു പോണ അതിനാണ്, മക്കളുള്ളതാണല്ലോ, അപ്പൊ കുറച്ച് മീനൊക്കെ വാങ്ങണം. പിന്നെ പച്ചമീനൊക്കെ അല്ലാതെ അവര് കൂട്ടൂലല്ലോ, അപ്പൊ കുറച്ച് മീനൊക്കെ വാങ്ങണം. വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ മാലയല്ലേ, മാല 2000-ന്റെ ആണ് കേട്ടോ. 2000 രൂപ ഉണ്ടായിരുന്നു. അത് കുറച്ച് മുന്നേ വാങ്ങിയതാ. എന്തായാലും ഞാന് പുറത്ത് പോയിട്ട് വരട്ടെ കേട്ടോ. വന്നിട്ട് കാണാം. ഓക്കെ. അമ്മോ, എന്താത്? എന്തൊരു തള്ള ഭഗവാനെ, ഇതുപോലൊരു ഭൂലോക തള്ള എവിടെ ഉണ്ടാവില്ല. പണ്ട് തക്കാളി താളിപ്പും ഉണക്കമീനും കൂട്ടിയിട്ട് ചോറും ഞാൻ ആൾക്കാരെ പോയി വലിയ മീനെ ചിഞ്ഞു.